വേലേട്ടാ, വേലേട്ടാ, ചേട്ടാ എഴുന്നേറ്റില്ലേ? ചേട്ടാ പോണ്ടേ? ഈ വേലായുധൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. വേലയ്ക്കുള്ള ആയുധം കൈകൊണ്ട് തൊടൂല. ഉച്ചയായാലും എഴുന്നേക്കൂല. പോത്ത് പോലെ കിടന്നുറങ്ങിക്കോളും. കാണിച്ചു തരാട്ടോ ഞാൻ. അയ്യോ വെള്ളം, അയ്യോ എന്റെ 10 ലക്ഷം വെള്ളത്തിൽ പോയെ, എന്റെ 10 ലക്ഷം വെള്ളത്തിൽ പോയെ. അയ്യോ അയ്യോ അയ്യോ. വെള്ളം വെള്ളം, ഇന്നത്തെ വെള്ളം ഇതുവരെ തലേന്ന് പോയില്ലേ? നീയായിരുന്നു രാവിലെ ഇങ്ങനെ സ്വപ്നം കണ്ട് കിടന്ന് ഉറങ്ങിക്കോ. ഇന്നും കൂടെ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്നാ മുതലാളി പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയുണ്ട് ഒരു സ്വപ്നജീവി. അപ്പൊ ഈ വെള്ളം നീ ഒഴിച്ചതാ? മഴ പെയ്തതാ. മര്യാദക്ക് ഒരു സ്വപ്നം കാണാൻ പോലും സമ്മതിക്കൂല. നിങ്ങക്ക് പണിക്ക് പോണ്ടേ മനുഷ്യ? അതിന് സമയമായില്ലോ. ഇല്ല, 7:30 മണിയായിട്ടേ ഉള്ളൂ. 7:30 മണി? 8 മണിക്കാ ജോലി. അതുവല്ല ഓർമ്മയുണ്ടോ? പിന്നൊരു കാര്യം, ഇന്നലത്തെ പോലെ കള്ളും കുടിച്ച് ജോലിക്ക് പോവാതെ ഞാൻ തിരിച്ചു വന്ന അപ്പൊ ഞാൻ കാണിച്ചു തരാം. കേട്ടല്ലോ? ഇവൾക്കാരാ കോമളവല്ലിന്ന് പേരിട്ടത്. ആരാ? ചേട്ടൻ പോയി നോക്കൂ. ചെല്ല ചേട്ടാ, ഒന്ന് പോ. പോ ചേട്ടാ. ആരാ? ഇവനാരാ? റൂമി തന്നെയാണല്ലോപ്പാ. മനുഷ്യനൊന്ന് സമാധാനമായിട്ട് റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ലേ? സോറി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ ഇവിടെ തന്നെ ആണല്ലപ്പാ. അല്ലേ? പോട്ടെ. ഓളെ നമ്മളെ ചാമ്പ്യൻ. എന്നാലും എന്തായി സാറേ? എന്തേലും പ്രശ്നമുണ്ടോ? അവിടെ ആളുണ്ടോ? ഓ, അപ്പൊ മാർക്കറ്റ് ഇടിഞ്ഞിട്ടില്ലല്ലേ? സാറേ ഞാനൊരു ഐഡിയ പറയട്ടെ. ഇതിലിപ്പോ എന്തോന്ന് ഐഡിയടോ? കാര്യം നടന്നില്ലാന്ന്. അത് സാറല്ലേ പറഞ്ഞത് ഈ കേസ് കെട്ടൊന്ന് ഒഴിവാക്കണമെന്ന്? അതിന് പറ്റിയ സമയം അപ്പൊ. എങ്ങനെ? അതിനൊരു ഐഡിയ ഉണ്ട്. നടക്കും സാറേ. ഉഗ്രൻ ഐഡിയ. എന്നാ വാ. കൊതിയൻ. എടോ തന്നോടല്ലേ പറഞ്ഞത്? ഒന്നങ്ങോട്ട് മാറടാ. ഭവതി എന്നോട് തിരിഞ്ഞു നിന്നേ. നിനക്ക് ഞാൻ പണി തരടേ. ആരാണ്ടത്? ഇതെന്റെ മാമന്റെ ഭാര്യ. മാമന്റെ ഭാര്യ? അല്ലല്ല, ഇതെന്റെ മാമന്റെ മോള്. ഓ, അപ്പൊ നിന്റെ മുറപ്പെണ്ണ്? അതെ, എന്റെ ഭാര്യ.
ഭാര്യയായിരുന്നില്ലേ? ആ സോറി കേട്ടോ മോളെ. ആ, ഞങ്ങളെ ഒരു റൊട്ടീൻ ചെക്കപ്പ് ആയിട്ട് വന്നായിരുന്നു. അപ്പൊ ഞങ്ങളത് വന്നു നോക്കി. കുഴപ്പമില്ല. എന്തായാലും പക്ഷേ നമുക്ക് പോവാം അല്ലേ? ഭാര്യ എന്നല്ലേ പറഞ്ഞേ? അതെ അല്ലേ? അതെ. എന്നാലേ ഒന്നും കൊണ്ട് മാറിയുന്നേ. ആ ഭാര്യ ഒന്നുകൊണ്ട് മാറിയുന്നേ. എന്താ ഒരു നാണം അല്ലേ? ഭാര്യന്റെ പേരെന്താന്നാ പറഞ്ഞ? പേര് വള്ളി, 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 വള്ളി. പേരില്ലേ? കോണാവള്ളി. കോണകവള്ളി. അല്ലല്ല, കോമളവല്ലി. ഓ, കോമളവല്ലി. രണ്ടാളൊന്ന് അടുപ്പിച്ചെന്നേ. അടുപ്പിച്ചെന്നേ. അതൊക്കെ വേണോ സാറേ? വേണ്ടേ? എന്നാ ഒരു കാര്യം ചെയ്യാ, കയ്യെടുത്ത് തോളിട്ടെ. ആ ഭാര്യയും ഭർത്താവ് അടുപ്പിച്ച് നിന്നോളൂ. രമേശേ, വൃത്തിയുള്ളൊരു ഫോട്ടോ എടുത്തേ. ഓ ആയിക്കോട്ടെ. ഒന്ന് ചിരിച്ചു നിന്നേ. ഇങ്ങോട്ട് നോക്ക്, ക്യാമറയിലേക്ക് നോക്ക്. ഇതാ ഇവിടെ. ഈ ഒരു ഒറ്റ ഫോട്ടോ മതിയടാ. നാളെ നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കാണാം. എന്നാലേ ഹണിമൂൺ ഇന്റെ ഭാഗം ഫ്രീ. രമേശേ, വാ പോവാ വാ. എന്റെ ഒരു ഒടുക്കത്തെ ഒരു ഐഡിയ. അങ്ങോട്ട് പോകില്ല. കോമളം, കഴിക്കാൻ വല്ല എടുക്കുവോ? ദാ വന്നോ. ഇന്നിനി കഴിക്കാനൊന്നും നിക്കണ്ട. കഴിക്കാനുള്ളതൊക്കെ ഇതിനകത്തുണ്ട്. ആ എന്നാ കഴിക്കണ്ട. നിന്നെ കണ്ടാ തന്നെ എന്റെ വയറ് നിറയുമല്ലോ. നിന്റെ ഈ സൗന്ദര്യമാണ് എന്റെ ശാപം. എന്ത്? അല്ലല്ല, എന്റെ ബലഹീനത എന്ന് പറഞ്ഞതാണ്. പോയിട്ട് വരട്ടെ. ആ തിരിച്ചു വരുമ്പോ രണ്ടു കാലിൽ തന്നെ വന്നേക്കണേ. ഓ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ. എടാ വേല നിക്ക് നീ അങ്ങോട്ടാ. ആ കണ്ടാ അറിഞ്ഞൂടെ, ഞാൻ പണിക്ക് പോവാ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ആ ഞാൻ പോട്ടെ. ഒന്ന് നിക്കടാ. നീ ഒരു കാര്യം അറിഞ്ഞോ? എടാ നമ്മുടെ ഗീർവാണം പട്ടായത്തിൽ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ആര്? ചുക്കുറോ? ആടാ, രാവിലെ എന്നെ വിളിച്ചിരുന്നു. അല്ല, നീ ശരിക്കും പറഞ്ഞതാണോ? എടാ നിന്നെ ആന്റിയെ കൂട്ടി നമ്മുടെ അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനില്ല. ഇന്നും കൂടെ ചെന്നില്ലെങ്കിൽ എന്റെ ജോലി ഗോപിയാ. നിനക്കറിയോ, ലീവാക്കി മേസ്ത്രി ആയിരുന്ന ഞാനിപ്പോ ഹെൽപ്പറുമായി. എന്റെ ഹെൽപ്പറായിരുന്ന ബംഗാളി ഇപ്പോ മേസ്ത്രിയായി. ഓ ഇവനോടിപ്പോ എന്താ പറയാ. എന്നാ നീ പോക്കോ, ഞാൻ നിർബന്ധിക്കുന്നില്ല. അതേ അവനെ മറ്റത് കൊണ്ടുവന്നിട്ടുണ്ട്. വെറുതെ പറ്റിക്കാൻ പറയല്ലേ. നീ പൊക്കോ, നീന്റെ വിധി മോനെ. നീ ശരിക്കും പറഞ്ഞതാണോ? എടാ പട്ടായി ഇറക്കുമതി എന്നോട് പറഞ്ഞേ. അവിടുത്തെ നല്ല സ്വയംബൻ നാടൻ സാധനം. അപ്പൊ പിന്നെ ജോലി നാളെ ആക്കല്ലേ? അതൊക്കെ നിന്റെ ഇഷ്ടം. ഞങ്ങൾ ഏതായാലും പോവാം. അതെന്ത് പോക്കടാ. നിക്ക് ഒരു സ്നേഹമില്ലാത്ത പോലെ. ഒരു കാര്യം ചെയ്യ്, നീ വണ്ടി എടു. ഞാൻ കയറട്ടെ? നീ അങ്ങോട്ട് മാറി നിക്കടാ. കാട് വീടായപ്പോ ആശേരി പുറത്തായല്ലേ? നീ വേഗം വന്നേക്കണേ. ആ പൊയ്ക്കോ, ക്ലാസ്സും വെള്ളം എന്റെ കയ്യിലല്ലേ.